ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഒറ്റ കരുത്തല്ലാതെ അവരുടെ കൂടെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 313 സഹാബികളെയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലേക്ക് പോവുകയാണ്. ബദറിൽ ഇസ്ലാമിന്റെ സർവ്വസൈന്യാധിപനും നയതന്ത്രജ്ഞനും ഹംസത്തുൽ കർറാഹ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അത് മുസ്ലിങ്ങൾക്ക് കുറച്ചുകൂടെ ധൈര്യം നൽകിയിരുന്നു. അള്ളാഹുവിന്റെ സഹായം തീർച്ചയായും നമുക്ക് ബദറിൽ കിട്ടുമെന്ന, തീർച്ചയായും ബദറിൽ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ഉണ്ടാവുമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ സഹാബികളെ ഊർജ്ജസ്വലരാക്കി. ഘോരമായിട്ടുള്ള യുദ്ധം നടന്നു. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ തന്ത്രങ്ങളൊക്കെ വിജയിച്ചു. ഇസ്ലാമിനെ അത്രയും കാലം പീഡിപ്പിക്കുകയും ക്രൂശിക്കുകയും ചെയ്ത അബൂജഹൽ, ഉതുബ, ഷെയ്ബ എന്നിവരൊക്കെ ബദർ രണാങ്കണത്തിൽ മരണപ്പെടുകയാണ് ഉണ്ടായത്. വലിയ നാശനഷ്ടങ്ങൾ ഖുറൈശികൾക്ക് ഉണ്ടാകുകയാണ്. അങ്ങനെ ആ യുദ്ധത്തിൽ ഖുറൈശികൾ തോൽക്കുകയും ഇസ്ലാം വിജയിക്കുകയും ചെയ്യുകയുണ്ടായി. ബദറിലെ മുസ്ലിമീങ്ങളുടെ വിജയം നാടൊട്ടാകെ പരക്കാൻ തുടങ്ങി. ഇസ്ലാം എന്ന് കേട്ട് പലരും നാനാദിക്കിലേക്കും ഇസ്ലാമിലേക്ക് വരാനും ഇസ്ലാം ശക്തിപ്പെടാനും തുടങ്ങി.